യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. വളരെ നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും ദൈവവചനം കേൾക്കാൻ എഴുന്നേൽക്കുന്നു, ഒരുങ്ങുന്നു, അതിനുവേണ്ടി തയ്യാറാകുന്നു. നിസ്സാരമായൊരു കാര്യവുമല്ല, അത് വലിയൊരു കാര്യം തന്നെയാണ്. ദൈവത്തോട് നന്ദി പറയുവാണ്. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഓർത്ത്, നിങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങൾ ഭവനത്തിനും സഭയ്ക്കും ദൈവരാജ്യത്തിനും വളരെ പ്രധാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. പ്രത്യേകമായി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും ഒക്കെ വളരെയേറെ വേദനിക്കുന്ന, വേദന കൊണ്ട് പുളയുന്ന, മരണഭയത്തിൽ കഴിയുന്ന ക്യാൻസർ രോഗികളുണ്ട്. വളരെ മനപ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള രോഗപീഠകളിൽ കഴിയുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. ഇന്നുവരെ ഈ ആലയത്തിൽ ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ഞങ്ങൾ ഇന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, അവർക്കൊരു സൗഖ്യവും പ്രത്യാശയും സമാധാനവും നൽകണമേ. അങ്ങയുടെ നാമത്തിൻ്റെ സൗഖ്യം അവരിൽ സംഭവിക്കട്ടെ. നമ്മുടെ ഇടവകയിലുള്ള ആരെങ്കിലും, നമ്മുടെ കൂട്ടായ്മയിലുള്ള ആരെങ്കിലും, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഈ വിധത്തിൽ, ഇത്തരത്തിൽ വേദനിക്കുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ രോഗസൗഖ്യമാകും. അവിടെ ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം അവിടെ വെളിപ്പെടും എന്ന് പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ, എവിടെ സ്നേഹമുണ്ടോ, എവിടെ ഐക്യമുണ്ടോ, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ ദൈവാനുഗ്രഹമുണ്ട്. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം പറയുമ്പോൾ, നിങ്ങൾ കുടുംബത്തിലെല്ലാവരും, നിങ്ങളുടെ വീട്ടിലെല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും കൂടെ പ്രാർത്ഥിക്കുന്നൊരു സമയം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ കുടുംബത്തിൽ കുറച്ചു നേരമെങ്കിലും സ്നേഹത്തോടും ഐക്യത്തോടും കൂടെയുള്ളൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. അതൊരു ദൈവാനുഗ്രഹമാണ്. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. ഒന്നിച്ച് ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. ഒന്നിച്ച് ഒരു മനസ്സോടെ ഐക്യത്തോടെ വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ വർദ്ധിച്ചു വരട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനത്തെ ഇന്ന് കേൾക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഞാൻ വായിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ വാക്യം വായിച്ചിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടി ആ വാക്ക്, വചനം ഒന്ന് വായിക്കട്ടെ. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അതെരിഞ്ഞു ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ആ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപടർപ്പ് കത്തിച്ചാമ്പലാകുന്നില്ലല്ലോ. ആ മഹാദൃശ്യം, എവിടെയാ മഹാദൃശ്യം കണ്ടത്? ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ. ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ മോശ എത്തിച്ചേർന്നു. അവിടെ അഗ്നിയിൽ
കത്തിച്ചാമ്പലാകാത്ത ഒരു മുൾപടർപ്പ് കണ്ടു. ആ മഹാദൃശ്യം അടുത്തു ചെന്ന് കാണാൻ ആഗ്രഹിച്ചു. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നത് ഒരു നഷ്ടമായില്ല. ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ മോശ ചെന്നത് ഒരു നഷ്ടമോ ഒരു പരാജയത്തിനൊന്നും കാരണമായില്ല. ഒരു പ്രശ്നത്തിനും അത് കാരണമായില്ല. പിന്നെയോ ഒരു പ്രശ്നത്തിനത് പരിഹാരമായിട്ട് മാറി. മോശ ഹോറബിൽ, ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നത് ഒരു വലിയ പ്രശ്നമായി. അതോടുകൂടി പുള്ളിയുടെ ആടുകളെല്ലാം രോഗം വന്ന് ചത്തുപോയി എന്നല്ല. അത് വലിയൊരു രാജ്യത്തിൻ്റെ, ഒരു വലിയ ജനത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് മാറിയത്. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ എതിർക്കുന്നവർ കാണും, സ്നേഹിക്കുന്നവർ കാണും, സപ്പോർട്ട് ചെയ്യുന്നവർ കാണും, വിമർശിക്കുന്നവർ കാണും. പക്ഷേ ഈ വചനം കേൾക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്നത് എന്തായാലും നിങ്ങളിലോ നിങ്ങളുടെ ഭവനത്തിലോ ഒരു പ്രശ്നമായിട്ട് മാറില്ല. ഒരു പ്രശ്ന പരിഹാരമായിട്ടേ അത് മാറുള്ളൂ. മോശ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്ന മോശ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, ദേശക്കാർക്കെല്ലാം ഒരു തലവേദനയായി മാറി, ഒരു ശല്യമായി മാറി, ഒരു പാരയായി മാറി എന്നല്ല. പിന്നെയോ ഒരു ജനത്തിൻ്റെ, ഒരു വലിയ ജനത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി പിന്നീട് മോശ മാറി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിങ്ങളും നമ്മൾ ഓരോരുത്തരും ആർക്കൊക്കെയോ വലിയ പ്രശ്നമായി മാറുമല്ല, ആരുടെയൊക്കെയോ ജീവിതത്തിൻ്റെ പ്രശ്നപരിഹാരമായിട്ടാണ് ദൈവം നമ്മളെ മാറ്റുന്നത്. ആരുടെയൊക്കെയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ദൈവം നമ്മളെ മാറ്റുന്നത്. പലരും എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നതിനൊക്കെ എതിരാണ്. പലരും പറയും, ഇങ്ങനെ നാട് മുഴുവൻ പ്രാർത്ഥിക്കാൻ നടക്കുക, നാട് മുഴുവൻ ഇങ്ങനെ ഓടി നടക്കുക. പ്രിയപ്പെട്ടവരെ, അതിനെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം നിങ്ങളോട് പറയാം. മോശ ആടുകളെ മേയിച്ച് അതിലെങ്ങാനും അങ്ങ് പോയാൽ പോരെ? എന്തിനാ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ കയറിച്ചെന്ന് അവിടെ കത്തിജ്വലിക്കുന്ന തീ, ആ മഹാദൃശ്യം അടുത്തു ചെന്ന് കാണാൻ വേണ്ടി പോയത്? ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയോടെ ഒരുങ്ങിപ്പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായിട്ട് മാറും. ഒരു പ്രോഗ്രാം പോലെ ചുമ്മാ വഴക്കുണ്ടാക്കിയും സന്തോഷിച്ചു അല്ലെങ്കിൽ ചാടിക്കളിച്ചു ഒന്നും പോകുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ടൂർ വരുന്നതിനെക്കുറിച്ചല്ല. പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ മോശയ്ക്കുള്ള ഒരു അനുഗ്രഹം ദൈവം വച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയുള്ള സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ മനസ്സിൽ പോകണമെന്ന് തോന്നിയാൽ നിങ്ങൾക്കുള്ളൊരു അനുഗ്രഹം ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്കുള്ളൊരു നന്മ, നിങ്ങൾ ഇന്നു വരെ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായിരിക്കും അവിടെ ദൈവം ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഈ തേനീച്ചക്കൂടും തേനീച്ച പെട്ടിയൊക്കെ കണ്ടിട്ടുണ്ട്. വലിയൊരു കൂട്ടം, ഒരു കുടുംബമായി ജീവിക്കുന്ന വലിയൊരു സമൂഹമാണ് ഈ തേനീച്ച. ബൈബിളിൽ തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിലുണ്ട്, ഉറുമ്പിനെയും തേനീച്ചയെയും കണ്ട് പഠിക്കുക എന്ന്. തേനീച്ചയിൽ എന്താ പഠിക്കാനുള്ളത്? തേനീച്ച മടികൂടാതെ അധ്വാനിക്കുന്നൊരു കൂട്ടമാണ്. ഒരു റാണി ഈച്ചയുടെ കീഴിൽ ഒരുമിച്ച് നിൽക്കുന്ന, ഐക്യത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടമാണ്. അതിനകത്ത് അധ്വാനിക്കുന്ന കുറേ ഈച്ചകളുണ്ട്, ജോലി ചെയ്യുന്ന. രാവിലെ തൊട്ട് ഇടതടവില്ലാതെ കൂട്ടിൽ നിന്ന് പറന്ന് പല ഭാഗത്തേക്കും പോകും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഈച്ചകളൊക്കെ ആ കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നത് ഓരോ പൂക്കളുടെ അടുത്തേക്കുമാണ്. സുഗന്ധമുള്ള, തേനുള്ള, പൂമ്പൊടിയുള്ള ഓരോ പൂവും അന്വേഷിച്ച് ആ ഈച്ചകൾ പോകും. എന്നിട്ട് അവിടെ ചെന്ന് ആ പൂവിൽ കണ്ടേച്ച് പോരുമല്ല, അതിൽ പോയിരുന്ന് ആ പൂവിലുള്ള പൂമ്പൊടിയെ കാലിൽ പറ്റിക്കും, അതെടുക്കും, തേനത് വലിച്ചു കുടിക്കും. എന്നിട്ട് അത് അതിൻ്റെ വീട്ടിലേക്ക്, കൂടാരത്തിലേക്ക്, കൂട്ടിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ അറകളിൽ അത് പകരും. അങ്ങനെയാണ് ആ പെട്ടിക്കകത്ത് തേനുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് നമ്മളും പ്രാർത്ഥനയുള്ള, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന,
ദൈവവചനം പറയുന്ന, പ്രസംഗിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളും പോകണം. അവിടെ പോയി കുറച്ചു നേരം പ്രാർത്ഥിക്കണം. അവിടെയുള്ള ഒരു അനുഗ്രഹത്തെ, ആ ഒരു നന്മയെ നമ്മളും നമ്മുടെ ഭവനത്തിൽ കൊണ്ടുവരണം. അങ്ങനെ തേൻ അതിൻ്റെ കൂട്ടിൽ നിറയുന്നത് വെള്ളം വരുന്ന പോലെ വന്ന് ഒഴുകി തന്നെ എന്നെ തോന്നിയിരുന്നതല്ല. അത് കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നതാ, അവിടെ കൊണ്ടുവന്ന് വച്ചതാ. നമുക്കും വരുന്ന തലമുറകൾക്കും ആവശ്യമായ നന്മകളെ ഭവനത്തിൽ കൊണ്ടുവരണം. പല സ്ഥലത്തും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. അത് മനസ്സിൽ ഏത് സ്ഥലം, അത് ദൈവം നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഈ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാലോ, ഒരു ദിവസം അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്കറിയാവുന്ന ചിലർ 6 മാസത്തിൽ ഒരിക്കൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ദൂരെ നിന്നുള്ളവരാ, അവരിവിടെ വരും. അങ്ങ് ദൂരദേശത്ത് അവർ വരും. ചില സമയത്ത് അവർ വർഷത്തിൽ ഒരിക്കൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ വരും. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ച് മക്കളെയും കൊണ്ട് വന്ന് പ്രാർത്ഥിച്ചവർ പോകും. അത് അവരുടെ ഭവനത്തിന് അതിന് വെളിപ്പെടുന്ന അനുഗ്രഹങ്ങളുണ്ട്. ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ മോശ ചെന്നു. ആ മഹാദൃശ്യം അടുത്ത് ചെന്ന് കണ്ടു. അവിടെ വച്ചാണ് ദൈവിക ഇടപെടലുണ്ടായത്. മോശ പിന്നീട് ഒരു പ്രശ്നമായിട്ടല്ല മാറിയത്, പ്രശ്നത്തിന് പരിഹാരമായി. നിങ്ങളുടെ കുടുംബത്തിൽ വചനം കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരു പ്രശ്നത്തിന്, നിങ്ങളുടെ ഭവനത്തിനകത്ത് ദാരിദ്ര്യമാണോ, കഷ്ടപ്പാടാണോ, ബുദ്ധിമുട്ടാണോ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലേ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ചിലരെ ദൈവം ഉയർത്തി ആ പ്രശ്നത്തിന് അവിടെ പരിഹാരം ഉണ്ടാക്കും. നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നത്. നിങ്ങളുടെ മക്കളെ ഉയർത്തി നല്ലൊരു സ്ഥാനത്തും സ്ഥലത്തും ശമ്പളമുള്ളൊരു ജോലിയിലൊക്കെ എത്തിച്ച് ആ പ്രശ്നത്തിന് പരിഹാരമാവും. ഇതെല്ലാം മോശ എന്ന വ്യക്തി ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ പോയില്ലായിരുന്നെങ്കിലോ, ആ തീ കത്തിക്കൊണ്ടിരിക്കുന്നു, പിന്നെ അവിടെ എങ്ങാനും തീ കത്തിക്കൊണ്ടിരിക്കട്ടെ, ഇപ്പം തീ കത്തുന്നതിൻ്റെ അടുത്തൊക്കെ പോയാലോ, അപകടം ഉണ്ടായാലോ, ആടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയാലോ, വേഗം വീട്ടിലേക്ക് പോയേക്കാം എന്ന് ചിന്തിച്ചായിരുന്നെങ്കിലോ. ഇല്ല, ചില സമയത്ത് നമ്മുടെ സമയങ്ങൾ മാറ്റിവെക്കുന്നതും പോകുന്നതും ചെല്ലുന്നതും എല്ലാം ഒരു അനുഗ്രഹമാണ്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഭവനങ്ങളിലിരുന്ന് കേൾക്കുന്നത് നിങ്ങൾക്കൊരനുഗ്രഹമായിട്ട് മാറും. ദൈവത്തിൻ്റെ സന്തോഷം നിങ്ങളിൽ അറിയാൻ ഇടവരും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ അധ്വാനങ്ങളിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ ആശീർവദിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ഒരുപാട് സാക്ഷ്യങ്ങളെ ഉണ്ടാകാൻ ഇടയാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഉണ്ടാകട്ടെ. ആരുടെ മുമ്പിലും കൈനീട്ടി ചെല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. ആവശ്യത്തിന് സമ്പത്തും ദൈവാനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. വിശ്വാസത്തിൽ വളർച്ചയുണ്ടാകട്ടെ. പ്രാർത്ഥനയിൽ ആഴമുണ്ടാകട്ടെ. ദൈവത്തോടുള്ള ബന്ധം കുറെ കൂടി ബലപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഇവിടെ ശുശ്രൂഷകൾ നടക്കുക. വ്യാഴാഴ്ച രാവിലെ 9 മണി 9:30 മണിയോടുകൂടെ പ്രാർത്ഥനകളൊക്കെ ആരംഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ദിവസം 1 or 2 ദിവസം പ്രാർത്ഥിക്കാനായി മാറ്റിവെക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അനേകരുടെ ജീവിതങ്ങളിൽ ദൈവം ഇടപെടുന്ന ഒരു ദിവസമായി അത് മാറട്ടെ. നമ്മുടെ ടൈം ടേബിളുകളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പണ്ട് നമ്മൾ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞൊക്കെയാണ് പ്രാർത്ഥനകൾ ആരംഭിച്ചത്. ഇപ്പോൾ ഒത്തിരി ആളുകൾ ഉള്ളത് കൊണ്ട് രാവിലെ തന്നെ നമ്മൾ ധ്യാനമായിട്ട് തന്നെ ശുശ്രൂഷകൾ ആരംഭിക്കും. വൈകുന്നേരം 8:45 9 മണിയോടുകൂടി ആരംഭിക്കും. ഇവിടെയുള്ള ശുശ്രൂഷകൾ തികച്ചും സൗജന്യമാണ്. ആർക്കു വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാം. വെള്ളിയാഴ്ചകളിലൊക്കെ, വ്യാഴാഴ്ച ഇവിടെ വരണം. ഇവിടെ ഈ ആലയത്തിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടേ വരാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ ചുരുങ്ങിയ സാഹചര്യവും
താമസ സൗകര്യത്തിൻ്റെ കുറവ് കൊണ്ടുമാണ് ഇത് നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നിയന്ത്രണം വയ്ക്കുന്നത് സാഹചര്യങ്ങൾ കൊണ്ടാണ്. വെള്ളിയാഴ്ചയുള്ള പ്രാർത്ഥനകളിൽ ആർക്ക് വേണമെങ്കിലും വന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ.